ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഈ ഒരു കോവിഡ് സമയത്തും നമ്മുടെ ആ ഒരു വളരെ ബോറടിച്ചുള്ള ആ ഒരു കാലഘട്ടത്തിലും ഒട്ടും വാശി ചോരാതെ നടന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ 16-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം നമുക്ക് അതിൻ്റെ ആഘോഷ പരിപാടികളിലോ അതിൻ്റെ മറ്റു കാര്യങ്ങളിലോ ഒന്നും നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാവരും ടി വിക്ക് മുമ്പിൽ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ 16-ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 16-ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പിൽ 15-ാം കേരള നിയമസഭ അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിച്ചു. അപ്പോൾ എന്താണ് അവിടെ ആ ഒരു ഒന്നിന്റെ ഗ്യാപ്പ് വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 1965 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ അന്ന് സാധിച്ചില്ല. അതുകൊണ്ടാണ് 16-ാം ഇലക്ഷൻ എന്നും 15-ാം മന്ത്രിസഭ അല്ലെങ്കിൽ കേരള നിയമസഭ എന്നും പറയപ്പെടുന്നത്. ഇനി ഈ ഒരു മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്തായാലും നിലവിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന പിണറായി വിജയനും LDF ഗവൺമെന്റിനും നമുക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ആദ്യത്തെ പ്രത്യേകതയിലേക്ക് വരാം. ആദ്യമായിട്ട് 5 വർഷം തികച്ച ശേഷം തുടർ ഭരണം ലഭിക്കുന്ന മുന്നണിയും മുഖ്യമന്ത്രിയും LDF അല്ലെങ്കിൽ ഇപ്പോ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരാണ്. അപ്പൊ ഒന്നുകൂടി പറയുന്നു, ആദ്യമായിട്ട് 5 വർഷം തികച്ച ശേഷം തുടർ ഭരണം ലഭിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മുടെ പിണറായി വിജയനാണ്. ഇതിനു മുമ്പ് അച്യുതമേനോനും ഉമ്മൻചാണ്ടിക്കൊക്കെ ഈ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും തുടർച്ചയായി 5 വർഷം കഴിഞ്ഞല്ല അവർ അധികാരത്തിൽ വന്നത്. ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചപ്പോൾ ആ സമയത്ത് വ്യക്തമായുള്ള ഭൂരിപക്ഷം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ മുൻപ് അങ്ങനെ എടുത്തു പറയേണ്ടത് അച്യുതമേനോന്റെ കേസാണ്. പക്ഷെ അച്യുതമേനോന് 5 വർഷം ഭരിച്ചതിന് ശേഷം വന്ന ഇലക്ഷനിലല്ല വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടത്. അടുത്തത് നമുക്കിതിന്റെ മൊത്തം സീറ്റുകളൊക്കെ നോക്കാം. ഇടതുപക്ഷ മുന്നണിക്ക് അല്ലെങ്കിൽ LDF മുന്നണിക്ക് 99 സീറ്റുകളും UDF അഥവാ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 41 സീറ്റുകളാണ് ആകെ ലഭിച്ചത്. 140 സീറ്റുകളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഏവർക്കും അറിയാം. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ശൈലജ ടീച്ചറായിരുന്നു. മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ശൈലജ ടീച്ചറായിരുന്നു ഏറ്റവും അധികം വോട്ടുകൾ അല്ലെങ്കിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ലഭിച്ച അല്ലെങ്കിൽ നേടിയ വ്യക്തി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് പെരിന്തൽമണ്ണയിൽ മത്സരിച്ച നജീബ് കാന്തപുരം എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്കായിരുന്നു. ഒന്നുകൂടി പറയാം, നജീബ് കാന്തപുരത്തിനാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി 15-ാം കേരള നിയമസഭയുടെ മന്ത്രിസഭയുടെ പ്രത്യേകതയിലേക്ക് നമുക്ക് വരാം. പ്രോട്ടം സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് PTA റഹീമും സ്പീക്കർ ആയിരിക്കുന്നത് MB രാജേഷുമാണ്. ഒന്നുകൂടി പറയാം, പ്രോട്ടം സ്പീക്കർ PTA റഹീമും സ്പീക്കർ MV രാജേഷുമാണ്. 15-ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റേം ഗോപകുമാർ. അതുപോലെ തന്നെ 15-ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇനി നമുക്ക് ഓരോരോ മന്ത്രിമാരും ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. അതിലൊന്ന് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. ആദ്യം അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതായത് 23-ാമത്തെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അതുപോലെ 12-ാമത്തെ വ്യക്തിയാണ്. അദ്ദേഹം മത്സരിച്ച മണ്ഡലം ധർമ്മടമാണ്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പൊ നിലവിൽ കൈകാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതുഭരണം, ആഭ്യന്തരം, ആസൂത്രണം, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം, ന്യൂനപക്ഷ ക്ഷേമം, പ്രവാസികാര്യം, IT, എയർപോർട്ട്, മെട്രോ റെയിൽവേ, വിജിലൻസ്, ഫയർഫോഴ്സ്, ജയിൽ, ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ. ഒന്നുകൂടി പറയാം, പൊതുഭരണം, ആഭ്യന്തരം, ആസൂത്രണം, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം, ന്യൂനപക്ഷ ക്ഷേമം, പ്രവാസി കാര്യം, IT, എയർപോർട്ട്, മെട്രോ റെയിൽവേ, വിജിലൻസ്, ഫയർഫോഴ്സ്, ജയിൽ, ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ. K രാജൻ, അദ്ദേഹത്തിന്റെ വകുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ, സർവേ, ലാൻഡ് റെക്കോർഡ്സ് ആൻഡ് ഭൂപരിഷ്കരണം. ഒന്നുകൂടി പറയാം, K രാജൻ, റവന്യൂ, സർവേ, ലാൻഡ് റെക്കോർഡ്സ് ആൻഡ് ഭൂപരിഷ്കരണം. അടുത്തത് റോഷി അഗസ്റ്റിൻ, ജലവിതരണ വകുപ്പ്, ഭൂഗർഭ ജല വകുപ്പ്. അതായത് ജലവിതരണവുമായി ബന്ധപ്പെട്ടെല്ലാം റോഷി അഗസ്റ്റിൻ ആണ്. അടുത്തത് K കൃഷ്ണൻകുട്ടി, വൈദ്യുതിയും അനേർട്ടും. ഒന്നിന് പറയാം, K കൃഷ്ണൻകുട്ടി, വൈദ്യുതിയും അനേർട്ടും. അടുത്തത് AK ശശീന്ദ്രൻ, വനം വന്യജീവി സംരക്ഷണം. AK ശശീന്ദ്രൻ എന്നുള്ളത് വനം വന്യജീവി സംരക്ഷണം. അടുത്തത് അഹമ്മദ് ദേവർകോവിൽ. ഒന്നിന് പറയാം, അഹമ്മദ് ദേവർകോവിലിൻ്റെത് തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകൾ. എന്നിട്ട് പറയാം തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകൾ.
അടുത്തത് അഡ്വക്കേറ്റ് ആന്റണി രാജു, റോഡ് ഗതാഗതം, മോട്ടോർ വെഹിക്കിൾ, ജലഗതാഗതം. അടുത്തത് വി അബ്ദുറഹ്മാൻ, കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, റെയിൽവേ. എന്നിട്ട് പറയാം വി അബ്ദുറഹ്മാൻ്റെത് കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം ആൻഡ് റെയിൽവേ. ജി ആർ അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ഒന്നിനും പറയാം ജി ആർ അനിലിൻ്റെത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. അടുത്തത് കെ എൻ ബാലഗോപാൽ, ധനകാര്യം, ട്രഷറി, ഓഡിറ്റ് ആൻഡ് ലോട്ടറി. ഒന്നിനും പറയാം ധനകാര്യം, ട്രഷറി, ഓഡിറ്റ് ആൻഡ് ലോട്ടറി. അടുത്തത് പ്രൊഫസർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ. ഒന്നിനും പറയാം പ്രൊഫസർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ. അതിൽ എക്സെപ്ഷൻ ഉണ്ട്, കൃഷി, മൃഗസംരക്ഷണം, മെഡിക്കൽ ആൻഡ് ഡിജിറ്റൽ സർവകലാശാലകൾക്ക് ഒഴികെയാണ് ഈ പ്രൊഫസർ ആർ ബിന്ദു ഉള്ള സർവകലാശാലകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നെ എക്സ്ട്രാ വരുന്ന ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എൻട്രൻസ് എക്സാംസ്, NCC, അതുപോലെ ASP, അത് സാമൂഹ്യ നീതി, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രൊഫസർ ആർ ബിന്ദു ആണ്. അടുത്ത് ചിഞ്ചുറാണി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, മൃഗശാല. ഒന്നിനും പറയാം ക്ഷീരവികസനം, മൃഗസംരക്ഷണം ആൻഡ് മൃഗശാല. അടുത്ത NV ഗോവിന്ദൻ, എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, നഗരാസൂത്രണം ആൻഡ് കില. ഒന്നിനും പറയാം എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, നഗരാസൂത്രണം, കില. അടുത്തത് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്തും ടൂറിസവും. ഒന്നിനും പറയാം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിൻ്റെത് പൊതുമരാമത്ത് ആൻഡ് ടൂറിസം. അടുത്ത P പ്രസാദ്, കൃഷി, മണ്ണ് സംരക്ഷണം, കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. ഒന്നിനും പറയാം P പ്രസാദിൻ്റെത് കൃഷി, മണ്ണ് സംരക്ഷണം, കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. അടുത്ത K രാധാകൃഷ്ണൻ, ദേവസ്വം, പിന്നോക്കക്ഷേമം ആൻഡ് പാർലമെന്ററി കാര്യം. ഒന്നിനും പറയാം K രാധാകൃഷ്ണൻ, ദേവസ്വം, പിന്നോക്കക്ഷേമം, പാർലമെന്ററി കാര്യം. P രാജീവ്, അടുത്തത് P രാജീവ്, വ്യവസായം, നിയമം, മൈനിങ് ആൻഡ് ജിയോളജി, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ്, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്, കയർ, കശുവണ്ടി, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. ഒന്നിനും പറയാം P രാജീവിൻ്റെത് വ്യവസായം, നിയമം, മൈനിങ് ആൻഡ് ജിയോളജി, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കയർ, കശുവണ്ടി, പ്ലാന്റേഷൻ കോർപ്പറേഷൻ. അടുത്തത് സജി ചെറിയാൻ, ഫിഷറീസ്, സാംസ്കാരികം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആൻഡ് യുവജനകാര്യം. ഒന്നിനും പറയാം സജി ചെറിയാൻ്റെത് ഫിഷറീസ്, സാംസ്കാരികം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആൻഡ് യുവജന കാര്യം. അടുത്തത് P ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊതുവിദ്യാഭ്യാസം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൊഴിൽ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്. ഒന്നിനും പറയാം പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, ലേബർ കോഡ്സ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, ലേബർ കോഡ്സ്. അടുത്തത് VN വാസവൻ, സഹകരണവും രജിസ്ട്രേഷനും. ഈ സഹകരണം പോലുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. VN വാസവൻ, സഹകരണം ആൻഡ് രജിസ്ട്രേഷൻ. അടുത്തത് വീണ ജോർജ്, ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാല, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ ആൻഡ് വനിതാ ശിശുക്ഷേമം. ഒന്നിനും പറയാം വീണ ജോർജിൻ്റെത് ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാല, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ ആൻഡ് വനിതാ ശിശുക്ഷേമം. ഇവരൊക്കെയാണ് അധികാരത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്ന് പറയപ്പെടുന്നത്. ഇവരാണ് ഇനി നമ്മെ എല്ലാവരും നയിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുന്നു. എന്തായാലും ഒരു PSC ആസ്പദമായുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് പഠിക്കണം. ഓരോ സബ്ജക്റ്റും ആർക്കാണെന്നതൊക്കെ PSC എടുത്ത് ചോദിക്കാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പൊ അടുത്ത സെഷനിൽ പുതിയൊരു സബ്ജക്റ്റോട് നമുക്ക് കാണുന്നവരെ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.